ചിലപ്പോഴൊക്കെ നമ്മൾ എത്ര വിചാരിച്ചാലും സംഭവം ഒന്നും നടക്കത്തില്ല പറഞ്ഞു കേട്ടിട്ടില്ലേ? അതുമാതിരി ഒരു വ്ലോഗാണിത്. 2 ദിവസം ഈ വ്ലോഗ് എഡിറ്റ് ചെയ്യാനായിട്ട് ഞാൻ നോക്കുന്നത്. യൂഷ്വലി ഞാൻ വി എൻ എഡിറ്ററിലാണ് എഡിറ്റ് ചെയ്യുന്നത്. അപ്പം അതിൽ എഡിറ്റ് ചെയ്യുമ്പം എന്തോ കംപ്ലീറ്റ് എഡിറ്റ് ചെയ്തിട്ട് ടെക്സ്റ്റും എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് തനിയെ ഷട്ട് ഡൗൺ ആയി ആപ്പ്. എന്നിട്ട് അതൊന്നും വർക്ക് ആവുന്നുണ്ടായിരുന്നു. ആ ഒരു എഡിറ്റഡ് ഫയൽ എനിക്ക് അപ്ലോഡിന് റെഡി ആയിരുന്നു. അത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവസാനം വേറൊരു ആപ്പിൽ ഇട്ടിട്ട് ഇന്നലെ തൊട്ടേ ഇത് എഡിറ്റ് ചെയ്യാനായിട്ട് നിൽക്കുക. പക്ഷേ ഇനീഷ്യലി ഞാനൊരു ഇൻട്രോ കൊടുക്കുമല്ലോ ഒരു മ്യൂസിക് വെച്ചിട്ട്, 3 ക്ലിപ്സിനെക്കാളും കൂടുതൽ ഇടാനേ പറ്റുന്നില്ല. പിന്നെയും ഇതായിക്കൊണ്ടിരിക്കുന്നു. ഒരു ഐഡിയ കിട്ടുന്നില്ല. എനിക്ക് തോന്നുന്നു ഫയലിൻ്റെ സൈസ് ലാർജ് ആയതുകൊണ്ടാവാം. പക്ഷെ എന്നാലും ഞാൻ ഒരു മൂഡില്ലാതെ എന്നാലും എനിക്ക് എടുത്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് എടുത്തൊരു വ്ലോഗ് ആയതുകൊണ്ട് ഞാനത് അപ്ലോഡ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. എത്ര പേര് ഇത് കാണുമെന്ന് എനിക്കറിയില്ല. സോ ഈ വീഡിയോ അന്നത്തെ ദിവസം ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു റീലിൻ്റെ ഷൂട്ട് വെച്ചിട്ടാണ്. ഞാനൊരു ബ്രേക്ക്ഫാസ്റ്റ് റീല് ഇൻസ്റ്റയിൽ വേണ്ടി ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അന്നത്തെ ദിവസം ബ്രേക്ക്ഫാസ്റ്റ് അതായിരുന്നേ. ബൈ ദ വേ, ഈ വീഡിയോയിൽ ഞാൻ ലഞ്ചിൻ്റെ പ്രിപ്പറേഷനും പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കാൻ പറ്റിയ സിമ്പിളായിട്ട് രണ്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മളൊരു സാൻഡ്വിച്ചാണ് ചെയ്യുന്നത്. ഈ എഗ് ആൻഡ് ബ്രെഡ് വരുന്ന കൂടുതൽ റെസിപ്പീസ് മിക്കപ്പോഴും ഞാൻ ഇവിടെ കഴിക്കും. പക്ഷേ ഞാൻ എപ്പോഴും എന്തെങ്കിലും ഒരു വ്യത്യാസം അതിനകത്ത് കൊണ്ടുവരുത്താനെന്ന് ശ്രമിക്കും കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ ചേഞ്ച് വരുത്തിയിരിക്കുന്നത്, ഇത് ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല. ഇത് ബട്ടറിൽ ഗാർലിക്കും ചില്ലി അല്ലേ, ഡ്രൈഡ് ചില്ലി പേസ്റ്റ്, അതൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എന്നിട്ട് ബ്രെഡ് അതിലിങ്ങനെ ടോസ്റ്റ് ചെയ്തെടുക്കും. ഭയങ്കര ഒരു ഗാർലിക്കി ചില്ലി ഓയിലിൻ്റെ ഫ്ലേവർ കിട്ടും. അടിപൊളി ടേസ്റ്റാണ് ഗാർലിക് ഹെർബിൻ്റെ. പിന്നെ ഇതിന് മുകളിൽ നമ്മൾ ചീസ് ഇട്ട് കൊടുത്തിട്ട് ഇറ്റാലിയൻ ഹെർബ്സ് അല്ലേ അത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ വർക്കിംഗ് മദേഴ്സിനൊക്കെ ഇങ്ങനത്തെ ബ്രേക്ക്ഫാസ്റ്റ് ട്രൈ ചെയ്യാൻ പറ്റും കേട്ടോ. പിള്ളേരുടെ ഇല്ലെങ്കിൽ ടിഫിൻ ബോക്സിലേക്ക് ഇങ്ങനെ സ്നാക്ക് ബോക്സിലേക്ക് കൊടുത്തു വിടാൻ പറ്റും. എന്നിട്ട് മോൾക്ക് ഇങ്ങനെ സാൻഡ്വിച്ചസ്, പ്രത്യേകിച്ച് അവൾ എഗ്ഗ് ഇങ്ങനെ ചെയ്താൽ കഴിക്കൂല. അപ്പോൾ ഏതെങ്കിലും രീതിയിൽ മുട്ട ഇങ്ങനെ മാക്സിമം ഒരു വീക്ക്ലി 3-4 ടൈംസ് എങ്കിലും പോകണമെന്ന് ഞാനിങ്ങനെ ട്രൈ ചെയ്യും. അവൾക്ക് പാൻ കേക്ക്സ് ഭയങ്കര ഇഷ്ടമാണ്. ചോക്ലേറ്റ് പാൻ കേക്ക്സ് എന്ന് വെച്ചാൽ ഫുള്ള് തീർക്കും മാഷാല്ല. അപ്പം അതുകൊണ്ട് ഞാനിങ്ങനെ മുട്ട വെച്ചിട്ടാണല്ലോ ഇത് ചെയ്യുക. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. അപ്പോൾ മുട്ട കഴിക്കാത്ത പിള്ളേരുണ്ടെങ്കിൽ പല രീതിയിൽ പാൻ കേക്ക്സ് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട് നമ്മുടെ മൈ ഫിറ്റ്നസിൻ്റെ ചോക്കോ ബട്ടർ അല്ല, ആക്ച്വലി പീനട്ട് ബട്ടറാണ്. അവൾ ചോക്കോ ബട്ടർ എന്ന് അതിൽ പറയാം. അപ്പോൾ അതൊന്ന് മേളിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ അത് കഴിച്ചോളും. അപ്പോൾ ഇതുമാതിരി നമ്മുടെ അതിനകത്ത് അധികം മധുരം ഒന്നും വരുന്ന സംഭവമൊന്നുമില്ല, ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ പിള്ളേർക്ക് കൊടുക്കണമെങ്കിൽ ആ ഒരു ഓപ്ഷൻ നമുക്ക് നല്ലതാണ്. അതായത് പാൻ കേക്കിൽ മുകളിൽ ജസ്റ്റ് ഒന്ന് പീനട്ട് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവമാണ് രാവിലെ കഴിക്കാനായിട്ട്. പിന്നെ പാൻ കേക്കിൽ ഷുഗറിന് പകരം നിങ്ങൾക്ക് മറ്റേ ഹണിയോ മേപ്പിൾ സിറപ്പോ അങ്ങനെ കൊടുക്കാം. അല്ലെങ്കിൽ ഡേറ്റ്സിൻ്റെ പൗഡർ കിട്ടും, ദാറ്റ് ഈസ് ഓൾസോ വെരി ഗുഡ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ചോറ് ഉണ്ടാക്കാനായിട്ട് കയറിയതാണ്. അപ്പോൾ ഉച്ചക്കത്തെ ലഞ്ച് മെനു സാമ്പാറും ചോറും പിന്നെ വന്നിട്ട് ചെമ്മീൻ പൊരിച്ചതുമാണ്. പിന്നെ സൈഡിൽ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്, അത് നിങ്ങൾക്ക് പയ്യെ മനസ്സിലാവും. ഇങ്ങനെ പറയുന്നൊരു റീസൺ ഉണ്ട് കേട്ടോ. അപ്പം സാമ്പാറിനുള്ള സംഭവങ്ങൾ ഞാൻ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഇവിടെ സൈഡിൽ വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, അഞ്ജു. ഇടയ്ക്കിടയ്ക്ക് വീഡിയോസിൽ കണ്ടു കാണും നിങ്ങൾ. അപ്പോൾ ഞാൻ ചോറ് വെച്ചിട്ട് അവളോട് ആ ഒരു സംസാരത്തിൽ പോവാം. എന്തായാലും ഞാൻ സാമ്പാർ വെക്കാമെന്ന് തീരുമാനിച്ച സ്ഥിതിക്ക് അവൾ പറയുന്നുണ്ട് മറ്റേ വറുത്തരച്ച് സാമ്പാർ വെക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് അത് വെക്കുന്നത്. അവൾ ഇത് കാണുന്നുണ്ടെങ്കിൽ മിക്കവാറും ചിരിക്കും. അപ്പം ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പുതിയ സംഭവങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്തെടുക്കും. എൻ്റെ അടുത്ത് ഞാൻ ഈ യൂട്യൂബ് വീഡിയോസ്, ഫുഡ് വീഡിയോസ്, വ്ളോഗ്സ് ഒക്കെ ഇടുമ്പോൾ മിക്ക ആൾക്കാരും ചോദിക്കും, എൻ്റെ പരിചയമുള്ള ഫ്രണ്ട്സൊക്കെ ചോദിക്കും, നിനക്ക് എപ്പോഴും ഉണ്ടാക്കുമ്പോൾ കറക്റ്റായിട്ട് എങ്ങനെ വരുമോ എന്ന്. അല്ല കേട്ടോ, വരാറില്ല. ഇതിലും അത് തന്നെയാണ് സംഭവിച്ചത്. പക്ഷെ എങ്ങനെയോ ഞാൻ പിന്നെ ഇങ്ങനെ ഒപ്പിച്ചെടുക്കും. പിന്നെ ആദ്യം ചെയ്യുമ്പോൾ ചിലപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് വന്നില്ലെങ്കിൽ പിന്നെ ഞാൻ അത് എന്താണ് മിസ്റ്റേക്ക് വന്ന് ഒന്ന് മനസ്സിലാക്കിയിട്ട് പിന്നീട് ചെയ്യുമ്പോൾ ഞാനത് ശരിയാക്കി എടുക്കാൻ നോക്കും കേട്ടോ. അപ്പോൾ ബേസിക് സാമ്പാർ ഉണ്ടാക്കാനായിട്ടുള്ള പച്ചക്കറിയും ദാലും, മസൂർ ദാലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, എളുപ്പത്തിലാവും അതുകൊണ്ടാണ്. പിന്നെ മസൂർ ദാലും അത് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വേവിക്കാൻ വെച്ചു. എന്നിട്ട് വറുത്തരച്ച് അതായത് തേങ്ങ വറുത്തരയ്ക്കാനായിട്ട് തേങ്ങയും കുരുമുളകും ഉലുവ ഇട്ടിട്ട് ചെറിയ ഉള്ളിയും കരിവേപ്പില ഇട്ടു ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്റ്റിർ ചെയ്ത് കൊടുക്കും. പൊടികളൊന്നും ഇതിൽ ഇടുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ ഇടുന്നത് അതായത് വറുത്ത് കഴിഞ്ഞിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴാണ് പൊടികൾ ചേർക്കുന്നത്. എന്നിട്ട് ആദ്യം സാമ്പാർ തിളപ്പിച്ച സമയത്ത് ഞാനിങ്ങനെ വെണ്ടയ്ക്ക, പിന്നെ എന്താ പറയുക, ബ്രിഞ്ചോൾ, ഡ്രം സ്റ്റിക്ക് ഒന്നും ഇട്ടിട്ടില്ല. ബിക്കോസ് അത് ഓവർ വെന്ത് പോകും. ഒന്ന് കുക്കറിൽ വേവിച്ച് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് അത് തിളപ്പിച്ചാൽ അതങ്ങ് റെഡിയാവും കേട്ടോ. ഓ ഗോഡ്, ദിസ് കാൺ ബി ഹാപ്പനിങ് എന്നൊക്കെ പറഞ്ഞ ഒരു സിറ്റുവേഷൻ അല്ലേ, അത് തന്നെയാണ്. ഇപ്പോൾ വോയിസ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് മൈക്കിൻ്റെ ബാറ്ററി കൂടി തീർന്നുപോയി. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. അപ്പം
ഞാൻ തേങ്ങ ഒന്ന് വറുത്തിട്ട് അതിന് മൂലം ബേസിക് പൊടികളൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ല ഇതിനകത്ത് കളർ കുറവാണ്. നമ്മളത് ശരിയാക്കാനുള്ള ഒരു പരീക്ഷണത്തിലാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അവൾ നന്നായിട്ടുണ്ടാക്കും കേട്ടോ, പക്ഷേ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയത് കൊണ്ട് എനിക്ക് ഒട്ടും ശരിയായി വന്നില്ല. എന്നിട്ട് ജസ്റ്റ് ഒന്ന് സാമ്പാർ താളിക്കുന്ന സമയത്ത് ബേസിക് ആയിട്ടുള്ള മുളക് പൊടിയും പിന്നെ നമ്മുടെ സാമ്പാർ പൊടി ഇട്ടപ്പോൾ കുഴപ്പമില്ലാതെ വന്നു കേട്ടോ. സൈഡിൽ ഞാൻ ചെമ്മീൻ പൊരിച്ചതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഫോണിൻ്റെ ബാറ്ററിയും കൂടി തീർന്നു പോയതുകൊണ്ട് നടന്നില്ല. എന്തായാലും എടുത്തതല്ലേ. അപ്പോൾ ഈ വ്ലോഗ് കൊണ്ട് ആർക്ക് എന്ത് ഉപകാരം ഉണ്ടായെന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ പഠിച്ചൊരു സംഭവം, കുറേ ഫെയിലിയേഴ്സും കുറേ പ്രശ്നങ്ങളും ഇങ്ങനെ വരും, പക്ഷെ എന്നാലും ചെയ്തതല്ലേ, നമ്മൾ മുന്നോട്ട് പോയേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മെസ്സേജ് എങ്കിലും ആർക്കെങ്കിലും ഉപകാരം ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. സീ യു ഇൻ നെക്സ്റ്റ് വ്ലോഗ്.